സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വീതം UDF-ൻ്റെ ഗവൺമെൻറ് വന്ന പുതുക്കിയ ബഡ്ജറ്റിനകത്ത് സംസ്ഥാനത്തെമ്പാടും വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ചെറുപുഴ പഞ്ചായത്തിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതുക്കിയ ബഡ്ജറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വലിയ കുറവ് ബാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനകീയാസൂത്രണ പ്രസ്ഥാനം തുടങ്ങിയ അന്ന് മുതൽ ഓരോ വർഷവും പദ്ധതി വിഹിതം സംസ്ഥാന ഗവൺമെൻറ്റുകൾ 10% അധിക വിഹിതം വെച്ചിട്ടാണ് ഓരോ വർഷവും പദ്ധതി ഉണ്ടാക്കുക. അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി എത്ര എന്ന് യഥാർത്ഥത്തിൽ ഈ വർഷത്തിലെ പദ്ധതി വിഹിതം പ്ലസ് 10% കൂട്ടി പദ്ധതി ഉണ്ടാക്കാനാണ് സർക്കാരുകൾ സാധാരണ നിർദ്ദേശിക്കുക. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചെറുപുഴ പഞ്ചായത്തും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയ പദ്ധതി പ്രൊജക്റ്റെല്ലാം ഉണ്ടാക്കി DPC-യിൽ അംഗീകാരമെല്ലാം നേടിക്കഴിഞ്ഞിട്ടുള്ളത്. DPC അംഗീകാരം നേടിയ പദ്ധതികളെല്ലാം ഈ പുതിയ വർഷം ചെറുപുഴ പഞ്ചായത്തിൽ ഈ പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ പണത്തിൻ്റെ അകത്ത് നിന്ന് നടപ്പാക്കാൻ കഴിയില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജനറൽ ഫണ്ടിൻ്റെ കുറവുണ്ട്, SCPയും കുറവുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് അനുവദിക്കപ്പെട്ടതിൻ്റെ കുറവ് ഒരു ഭാഗം. മറ്റൊന്ന്, സർക്കാർ സാധാരണഗതിയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് മൂന്നാം ഗഡു ഫണ്ട് കൊടുക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് സാധ്യമായില്ല. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷനോട് ഗവൺമെൻറ് അനുമതി ചോദിച്ചിട്ടും ആ അനുമതിക്കും ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചില്ല. അതുകൊണ്ട് മൂന്നാം ഗഡു അവസാന ഗഡു പൈസ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അവസാന ഗഡു പൈസ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരം ഏറ്റതിന് ശേഷം മാസങ്ങളായി ഒരു പൈസയും ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഈ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് 4 മാസക്കാലമായി. കേരളത്തിൽ കഴിഞ്ഞ വർഷം എല്ലാം നോക്കിയാൽ 4 മാസക്കാലമാകുമ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതത്തിൻ്റെ നല്ലൊരു പങ്ക് ഗവൺമെൻറ് കൈമാറും. കഴിഞ്ഞ വർഷം ഒക്കെ ഒരു 3000 കോടി രൂപയെങ്കിലും കേരളത്തിൽ പദ്ധതി വിഹിതമായി സംസ്ഥാന ഗവൺമെൻറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഈ വർഷം അതുണ്ടായില്ല. ഈ കഴിഞ്ഞ വർഷത്തെ പൈസ ചെറുപുഴ പഞ്ചായത്തിൽ ഏതാണ്ട് 1,65,00,000 രൂപയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. PMAY-യുടെ വിഹിതം കൊടുക്കാനുണ്ട്, അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. വീട് മെയിൻ്റനൻസ്, കഴിഞ്ഞ പ്രാവശ്യം വീട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ചെറുപുഴ പഞ്ചായത്തിൽ ഏതാണ്ട് 100 വീടിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വീട് മെയിൻ്റനൻസ് അനുവദിച്ചത്. അതിൽ കുറേ ആളുകൾക്ക് ആ പണം കിട്ടാനുണ്ട്. ആ പണം രണ്ടാം ഗഡു, ആദ്യം സാധാരണ 50,000 രൂപ കൊടുക്കുന്നത്, രണ്ടാം ഗഡു 50,000 രൂപയാണ്. അങ്ങനെ രണ്ടാം ഗഡു കൊടുക്കാറുണ്ട്. റോഡ് പ്രവൃത്തിയും കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിൻ്റെ പണം ഏതാണ്ട് അതുൾപ്പെടെ 1,65,00,000 രൂപ സ്പിൽ ഓവറായിട്ട് വരും എന്നാണ് അവിടെ ആസൂത്രണ സമിതിയുടെ യോഗത്തിൽ നമ്മൾ കൂടിയുണ്ടല്ലോ. ആസൂത്രണ സമിതിയുടെ യോഗത്തിൽ സെക്രട്ടറി പറഞ്ഞൊരു കണക്ക് 1,65,00,000 രൂപ എന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണം എന്ന ആവശ്യമാണ് ഞങ്ങൾ LDF മുന്നോട്ട് വെക്കുന്നത്. ഗ്രാമസഭകളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ച് പ്രൊജക്റ്റെല്ലാം ഉണ്ടാക്കി പ്രൊജക്റ്റിൻ്റെ അംഗീകാരം കിട്ടിയതനുസരിച്ച് ഗ്രാമസഭകളൊക്കെ പൂർത്തീകരിച്ച് ചെറുപുഴ പഞ്ചായത്തിലാണെങ്കിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വർഷമാണല്ലോ എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് പദ്ധതി വിഹിതമൊക്കെ ചെലവഴിക്കും, നന്നായിട്ട് ആനുകൂല്യമെല്ലാം ലഭിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചെറുപുഴ പഞ്ചായത്തിലെ ഗ്രാമസഭാവാസികൾ നന്നായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഒരു വാർഡിൽ ഒരു 900 അപേക്ഷ മുതൽ 1300 അപേക്ഷ വരെയൊക്കെ കിട്ടിയ വാർഡുകളുണ്ട് എന്നാണ് പഞ്ചായത്ത് അംഗങ്ങളോടെല്ലാം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നല്ല അപേക്ഷ ലഭ്യമായി. ഈ അപേക്ഷയെല്ലാം കൊടുത്ത ആളുകൾക്ക് അവരെല്ലാം നിരാശപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.
ചെറുപുഴ പഞ്ചായത്തും അതിൻ്റെ ഭാഗമായിട്ട് അത്തരം നിലപാടിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ആണ് നിർവഹിക്കപ്പെടുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊന്നും മാധ്യമങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെയല്ല വേണ്ടത്. ജനങ്ങളുടെ പ്രയാസം ആര് അധികാരത്തിലിരുന്നാലും അത് ശക്തിയുക്തം ചൂണ്ടിക്കാണിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. അപ്പോൾ ഈ കേരള സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സാധാരണക്കാരെ നേരിട്ട് അവരുടെ ഒരു അധികാര കേന്ദ്രമായിട്ടുള്ള പഞ്ചായത്തിൻ്റെ വിഹിതം ഭീമമായി വെട്ടിക്കുറച്ചത്. ഒരു ദാക്ഷിണ്യമില്ലാതെയാണ് ആ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത്. അത് നാട്ടിലുണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമല്ല, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. UDF അധികാരം കിട്ടിയപ്പോൾ മുൻ മുഖ്യമന്ത്രി AK ആന്റണി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കണമെന്നാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലം അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് കാത്തു സൂക്ഷിച്ചൊരു LDF സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സർക്കാരിനെ താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ നെറുകേടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്നത്, ഇപ്പോഴത്തെ UDF സർക്കാർ കാണിക്കുന്നത്. എന്നാൽ മുതലാളിമാർക്ക് അനുകൂലമായ സമീപനങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. അദാനിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സർക്കാർ വരുത്തുമ്പോൾ സാധാരണക്കാരെ മറന്നുകൊണ്ടുള്ള ഇത്തരം പ്രവൃത്തികൾക്കെതിരെ അതിശക്തമായ സമരങ്ങൾ തുടർന്നുണ്ടാവും. അതിനൊരു തുടക്കം കുറിച്ചുകൊണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ വിഹിതത്തിൻ്റെ ഭീമമായ വെട്ടിക്കുറവിനെതിരെ LDF സർക്കാർ സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സമരം നടത്തുന്നത്. കേരളത്തിലെ ജനങ്ങൾ അതിനെതിരെ ഒറ്റക്കെട്ടായി അണിചേർന്ന് അത് തിരുത്താൻ ഈ സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം. അതിന് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. 130-140 രൂപയുടെ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ മഹാമേള സക്സസ് കോട്ടൺ ബസാർ ചെറുപുഴ. ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരം ചെറുപുഴയിൽ നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. 130-140 രൂപയുടെ മികച്ച ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിൽ സ്വന്തമാക്കാം. ഷർട്ടുകൾ, ഫ്രോക്ക്, നൈറ്റ് പാന്റുകൾ, ടോപ്പുകൾ, ലെഗിൻസ്, ജീൻസുകൾ, കുട്ടികളുടെ ഉടുപ്പുകൾ, ന്യൂ ബോൺ ബേബി സെറ്റുകൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത കളക്ഷനുമായി വിലക്കുറവിന്റെ വസ്ത്രമേള. സക്സസ് കോട്ടൺ ബസാർ, ഓപ്പോസിറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്,